എനിക്ക് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അന്ന് ഈ കുട്ടി അവിടെ ഉണ്ടായിരുന്നു, രേണുസുതി. ഇവിടെ ഉണ്ടല്ലോ, ഇത് കണ്ടുപിടിക്കുമ്പോ അന്ന് അത് ഇങ്ങനെയൊക്കെ സ്വർണ്ണക്കടത്തെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട്. പിന്നെ ഞാൻ സത്യത്തിൽ ഷെബീനയുടെ ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ, ഷെബീന ഇതൊന്നും ഇത് പറയുന്നതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. ഇതിനൊക്കെ ഇവിടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട്. ഇവളെയൊക്കെ പിടിക്കാനാണ് പെണ്ണുങ്ങൾ മാസത്തിലും ആഴ്ചയിൽ 2 ആഴ്ച മുമ്പാണ് നാട്ടിൽ പോകുന്നത്. പോയിട്ട് നാട്ടിൽ നിന്ന് വെമ്പുളറിയും കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആ വീഡിയോയിൽ തന്നെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഈ പാപ്പിലോണിൻ്റെ തന്നെ ഒരു അവിടുത്തെ ആ മാനേജർ എന്ന് പറയുന്ന ഒരുത്തൻ്റെ ആദ്യം റാസൽ കെയ്മ, അത് കാന്താരി റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതിപ്പോൾ ആ കാന്താരി റെസ്റ്റോറൻറ്റ് മാറിയിട്ട് ആ റാസൽ കൈമയിൽ ഇപ്പോൾ വേറെ ഏതോ പേരിലാണ് ഒരു ബാർ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരിക്കുന്നത്. അവിടെയാണ് ഇപ്പം ഈ അടുത്ത കാലത്ത് ഈ രേണു ഇപ്പോൾ പോയിട്ട് വന്നത്. ഇവരുടെ ഒരു പിന്നെ റെസ്റ്റോറൻ്റ് ആയിരുന്നു, പാപ്പുലോ റെസ്റ്റോറൻറ്റ് പുതിയതായിട്ട് തുടങ്ങി. അന്ന് രേണു സുധിയെ വരാൻ തുടങ്ങി. അന്ന് ഞാൻ ചെന്നപ്പോഴാണ് പാപ്പുലോണിൽ വെച്ചിട്ട് രേണുവിനെ കാണുന്നത്. ഇപ്പം ഷെഫീന പറഞ്ഞൊരു കാര്യമില്ലേ, ഈ സ്വർണ്ണക്കടത്തും അതും ഇവർ ആഴ്ചയിലും മാസത്തിലും പോണ പെണ്ണുങ്ങളുണ്ട് അവിടെ. ഇപ്പോഴെ എന്നത്തിന് ഞാൻ പറഞ്ഞു വരാം, അതെല്ലാം രഹസ്യമായിട്ടാണ്. ജന നാട്ടിൽ പോകും, നാട്ടിൽ നിന്ന് കൊച്ചു കമ്പളാരെ കൊണ്ടുവരും. അങ്ങനത്തെ പരിപാടികളാണ് ഇവിടെ നടത്തുന്നത്. ഇവർക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ സൈഡായിട്ട് സ്വർണ്ണത്തിൻ്റെ ഉണ്ട്. എന്നാൽ അതിലുള്ള ഞാൻ ഈ പറയുന്ന ബിസിനസ് ചെയ്യുന്ന ഒരു ലേഡി എവളുമായിട്ട് നദിയിൽ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരാൾ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പാടുന്നത്. അപ്പം ആ വീഡിയോയിൽ ഉണ്ട്. പക്ഷെ എൻ്റെ വേറൊന്നും പറയണ്ട കേട്ടാ, സംഭവം ഇങ്ങനത്തെ സംഭവം അവിടെ നടക്കുന്നുണ്ട്. ഇവക്കും ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷേ ഇപ്പം എന്നെ പാവം എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. നല്ല ഞാൻ എനിക്ക് വാട്സപ്പ് നമ്പറൊക്കെ വാങ്ങിച്ച് എനിക്ക് മെസ്സേജും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവളൊന്ന് ഓവറായിപ്പോയി. അതാണ് കൂടുതലും വെറുത്തോണത്. പക്ഷേ സ്വന്തമായിട്ട് ഭർത്താവ് മരിച്ച് സ്വന്തമായിട്ട് ജോലി ചെയ്തൊക്കെ ജീവിക്കുന്നതും സ്വന്തം കാലിൽ നിൽക്കുന്നതും എല്ലാം നല്ലത് തന്നെയാണ്. ഞാനും 10 വർഷമായി ഞാൻ ഒരു സിംഗിൾ മദറാണ്. എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുക, നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കുന്നതാണ്. നമുക്ക് ചിലപ്പോൾ പലരിൽ നിന്നും നമുക്ക് പല ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വരും, അതൊക്കെ ശരിയാണ്. പക്ഷേ കുറച്ച് ഓവറായി പോകണം. അത് ഷെബീന പറഞ്ഞത് കറക്റ്റാണ്. ഇത് കണ്ടാലൊരു പാവം കുട്ടിയാണ്. ഞാൻ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു എങ്ങനെ ആ കുട്ടി എങ്ങനെയെന്ന്. പക്ഷേ ഓവർ റിയാക്ഷൻ കാണിക്കുന്ന ഒരു രീതിയിൽ കാണുമ്പോഴത്തേക്ക് ചിലർക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ തോന്നാറുണ്ട്. സാരി വേണമെങ്കിൽ മര്യാദയ്ക്ക് ഉടുത്ത് നിൽക്കാം. അപ്പം അത് കാണിക്കണം എന്നുള്ള ഒരു. അപ്പൊ രേണുസുതിക്ക് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധം ഉണ്ടെന്നാണ് ഇപ്പൊ പുതിയ അറിവ്. എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ അഥവാ അത് വലിയ പ്രശ്നമാകും. കാരണം അല്ലെ, അവസാനം അതിന് ഇരട്ടിയായിട്ട് അനുഭവിക്കേണ്ടി വരും. അതാദ്യം നോക്കിയാൽ നല്ലത്. പിന്നെ റീച്ചിനും നെഗറ്റീവിനും വേണ്ടിയിട്ട് ഇപ്പൊ കാട്ടിക്കൂട്ടുന്നത് പോലെ ആയിരിക്കത്തില്ല ഒരു സ്വർണ്ണക്കടത്തെന്നൊക്കെ പറയുന്നത്. അവസാനം അകത്ത് കിടക്കേണ്ടി വരും. അങ്ങനെയുള്ള രീതിയിലോട്ട് പോകും. എന്തായാലും ഒരു താമസിയാത്തൊരു പണി വരുന്നുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കൃത്യമായിട്ട് തെളിവോടുകൂടിയാണ് ആള് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇനിയിപ്പോ ഷബീന ബിബി ഒന്ന് തെറി വിളിക്കും, അയ്യോ അങ്ങനെ പറഞ്ഞുണ്ടാക്കി ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിന്ന്. സത്യങ്ങൾ മാത്രമേ എന്തായാലും പുറത്തേക്ക് വിടുന്നുള്ളൂ എന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അപ്പൊ ഇനി ഈ ഒരു തെളിവുകളൊക്കെ എന്ത് ചെയ്യും, കള്ളമാണെന്ന് പറഞ്ഞൊപ്പിക്കോ? കഷ്ടം. എന്തായാലും പണി വരുന്നുണ്ട് സാറിന്.